ഇവിടെ ഒക്കെ അമ്മ അന്യനുമ്പോ തിന്നോ. വീക്കെൻഡ്സ് എപ്പോഴും അങ്ങനെയാണല്ലേ, ദേ വന്നു ഇതാ പോയി. അപ്പൊ സൺഡേ ആയിട്ട് ഞാനന്ന് കിച്ചണിലാണ്. ഞാനും കൂടി ഒരു ഫ്രൈഡ് റൈസ് വെക്കാൻ പോവാണ്. അത് യൂട്യൂബ് നോക്കിയിട്ട്. അപ്പൊ വേണ്ട ഐറ്റംസ് എല്ലാം ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഉണ്ടാക്കണതിനിടയിൽ അരിയാൻ പറ്റില്ലല്ലോ. ചോറും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ഷെഫ് ഈസ് ഓൺ ഡ്യൂട്ടി വിത്ത് യൂട്യൂബ്. അപ്പൊ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. ആദ്യം വെളുത്തുള്ളി ഗോൺ, പിന്നെ ക്യാരറ്റ്, അതിന്റെ പിറകെ ബീൻസ്, പിന്നെ അത് രണ്ടും കൂടി അച്ചാലും പൂച്ചാലും അങ്ങ് ഇളക്കി. അതിന്റെ പിറകെ പിന്നെ മുട്ടയും കൂടി ഇട്ടിട്ട് അതും നമ്മളങ്ങ് ഇളക്കി. കുറച്ച് സോയ സോസ്, അതിന്റെ പിറകെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, അതിനിടയിൽ സീഡിൽ വെച്ച സ്പൂൺ അടക്കം ഞാൻ ഇട്ടങ്ങ് ഇളക്കി. then ഇതിലേക്ക് നമ്മൾ റൈസ് മെല്ലെ ഇട്ടിട്ട് റൈസ് ഇളക്കി 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 ഇതേ ഈ ഒരു കോലത്തിലാക്കി എടുക്കണം. അത് അത്രേ ഉള്ളൂ. അങ്ങനെ ഫ്രൈഡ് റൈസ് സെറ്റ് ആയി. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ കറി വെക്കാം. ചിക്കൻ കറിയുടെ സ്റ്റാർട്ടിംഗ് ഫേസ് ഓൾറെഡി സെറ്റ് ആയിരുന്നു. ഇനി അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് അതും നമുക്ക് ഇളക്കിയാൽ മതി. മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് കുറച്ചേരം കഴിഞ്ഞ് വന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റായി, ചിക്കൻ കറിയും സെറ്റായി. ഇനി നമുക്ക് തിന്നാം. അപ്പൊ ഇതെല്ലാം തട്ടിയിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ പോയിട്ട് തിന്നോക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ട്രയലായിരുന്നെങ്കിൽ സംഭവം കലക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ പറഞ്ഞ നേരം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കലിയാക്കി. പാത്രം കഴിവെച്ചില്ലെങ്കിൽ അമ്മേന്റെ തല പൊളിക്കും. അപ്പൊ ഞാൻ പാത്രം കഴിവെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ബൈ.